അച്ഛൻ പറഞ്ഞില്ലേ പുതിയ താമസക്കാർക്ക് സ്വീറ്റ്സ് കൊടുക്കണമെന്ന്. ആ, അത് വളരെ നന്നായി. എന്നാ മോളോടൊപ്പം ഞാനും വരാം. അവരെ ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാമല്ലോ. ഇത്രയും അടുത്ത് താമസിച്ചിട്ടും ഒന്ന് പരിചയപ്പെട്ടില്ലെങ്കിൽ അത് മോശമല്ലേ? അയ്യോ അച്ഛാ, അത് പിന്നെ ഇത് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പൂജിക്കാനുള്ള പായസ. ചെറിയമ്മേ, പാൽപ്പായസം റെഡിയായോ? ആ, ഇനി പാത്രത്തിലേക്ക് പാർന്നാ മാത്രം മതി. ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. എന്നാ ഞാൻ എടുക്കാം. ആ, മാറിക്കേ. രാജുവിന് പാൽപ്പായസം എന്ന് വെച്ചാ ജീവന്. ആ മോളെ, സൂക്ഷിച്ച് ഡ്രസ്സിലൊന്നും വീഴ്ത്തല്ലേ. അതൊക്കെ എനിക്ക് അറിയാം, ഞാൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. മോള് രാജുവിനെ കാണാനുള്ള സന്തോഷത്തിലല്ലേ? മനസ്സിവിടെ ഒന്നും അല്ലാന്നറിയാം, അതുകൊണ്ട് ഓർമ്മിപ്പിച്ചതാ. ഒന്ന് പോ ചെറിയമ്മേ. രാജുവിനെ കാണാൻ എനിക്ക് ആകെയുള്ള സപ്പോർട്ട് ശ്രീ മാത്ര. അവള് നല്ല കുട്ടിയാ, മനുഷ്യത്വം ഉണ്ട്. ആ പ്രിയ പോലെയല്ല. ഞാൻ പോയിട്ട് വരാവേ. ആ മോളെ, മോള് ധൈര്യമായിട്ട് പോയിട്ട് വാ. മോൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാം നടക്കും. മോള് രാജുവിനെ കാണുകയും സംസാരിക്കുകയും ചെയ്യും. ചെറിയമ്മയുടെ വാക്ക് പൊന്നായിരിക്കട്ടെ. ശരി. റെഡിയായോ? ആ, ഞാൻ റെഡിയാ. ഋതു, ഒരു പ്രശ്നമുണ്ട്. അമ്മയും അമ്പലത്തിൽ വരുന്നുണ്ട്. ഒരു കാരണവശാലും നീ അമ്മയുടെ മുമ്പിൽ ചെന്ന് പെടരുത്. എങ്കിൽ അമ്മ രാജുവേട്ടനെ കാണാനോ സംസാരിക്കാനോ സമ്മതിക്കില്ല. ഞാൻ ശ്രദ്ധിച്ചോളാം ശ്രീ. രാധമ്മയ്ക്ക് എന്നോട് അത്രയ്ക്കും ദേഷ്യമാണെന്ന് എനിക്കറിയാം. എന്തായാലും ഇവിടെ വന്ന് നിൽക്കണേ? വേറെ ജോലിയൊന്നുമില്ലേ? കയറിപ്പോടി. മോളെന്താ ഇവിടെ വന്നിരിക്കുന്നേ? അച്ഛൻ പറഞ്ഞില്ലേ പുതിയ താമസക്കാർക്ക് സ്വീറ്റ്സ് കൊടുക്കണമെന്ന്. ആ, അത് വളരെ നന്നായി. എന്നാ മോളോടൊപ്പം ഞാനും വരാം. അവരെ ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാമല്ലോ. ഇത്രയും അടുത്ത് താമസിച്ചിട്ടും ഒന്ന് പരിചയപ്പെട്ടില്ലെങ്കിൽ അത് മോശമല്ലേ? അയ്യോ അച്ഛാ, അത് പിന്നെ ഇത് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പൂജിക്കാനുള്ള പായസ. അവർക്ക് കൊടുക്കാനുള്ളത് വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. പ്രസാദം ദൈവത്തിന് കൊടുത്തതിന് ശേഷമല്ലേ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റൂ. അത് ശരിയാ. ആദ്യം ദൈവത്തിന്, അത് കഴിഞ്ഞ് മറ്റുള്ളവർക്ക്. അല്ല, ക്ഷേത്രത്തിൽ പോകാൻ അച്ഛനും കൂടി വരുമോ? എനിക്കൊരു കൂട്ടാവുമല്ലോ. അതിനെന്താ, ഞാനിപ്പോ റെഡിയായി വരാം. ഒരു കസവ് നേരിയതും കൂടി എടുത്തു കേട്ടോ. അതെന്തിനാ? അമ്പലത്തിൽ പോവല്ലേ? അമ്പലത്തിൽ പോകുന്നതിന് കസവ് നേരിയത് നിർബന്ധമാണോ? അതല്ല, ശ്രീകോവിലിൽ വലം വെച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ അമ്പലത്തിനകത്ത് കയറണം. അകത്ത് കയറണമെങ്കിൽ ഷർട്ട് ഊരണം. അപ്പൊ പുതയ്ക്കാനാ കസവ് നേരിയത്.
പിന്നെ അതൊരു ഐശ്വര്യം കൂടിയാ. ഞാൻ ശ്രീയോടൊരു കാര്യം ചോദിക്കണമെന്ന് ഇവിടെ വന്നപ്പോൾ മുതൽ വിചാരിക്കുക. എന്താ ഏട്ടാ? നമ്മൾ ഈ നാട് വിട്ടു പോയതിനു ശേഷം നിന്നെ ഹരീഷ് വിളിക്കുകയോ നിങ്ങൾ തമ്മിൽ കാണുകയോ മറ്റോ ഉണ്ടായിരുന്നോ? ഒരിക്കലുമില്ല. ഹരീഷ് എന്നെ വിളിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. പിന്നെ ഞാനായിട്ട് എന്തിനും വിളിക്കണം? അല്ല, അവൻ വേറെ കല്യാണം കഴിക്കുകയോ മറ്റോ? ഏയ്, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അവിടെയുള്ള സാവിത്രി ചേച്ചി എന്നെ വല്ലപ്പോഴൊക്കെ വിളിക്കാറുണ്ട്. അവരവിടുത്തെ വിവരങ്ങൾ പറയാറുണ്ട്. നീ അവനെക്കുറിച്ച് ഓർക്കാറില്ലേ? ഓർക്കാറുണ്ട്. ഞാൻ സ്നേഹിച്ച പുരുഷനല്ലേ. ശ്രീക്ക് അവനോട് വെറുപ്പൊന്നുമില്ലല്ലോ? വെറുപ്പൊന്നുമില്ല ഏട്ടോ. പക്ഷേ ഭാര്യയെ വിശ്വസിക്കാതെ അമ്മ പറയുന്ന മാത്രം കേൾക്കുന്ന ഒരാളെ ഞാനെന്തിനോർത്തിരിക്കണം? ഒരു ഭാര്യയ്ക്ക് വേണ്ടത് തന്നെ വിശ്വസിക്കുന്ന ഒരു ഭർത്താവിനെയാണ്. അയാളുടെ ഉറപ്പുള്ള വാക്കുകളാണ് അവളുടെ കരുത്ത്. അവൻ അങ്ങനെ കുഴപ്പക്കാരനൊന്നും അല്ല ശ്രീ. പിന്നെ അവന്റെ അമ്മ പലതും പറഞ്ഞ് അവനെ അങ്ങ് വിശ്വസിപ്പിച്ചു, അത്രയല്ലേ ഉള്ളൂ. നീ അവനോടൊന്ന് ക്ഷമിക്കാൻ ശ്രമിക്ക. എന്തായാലും നിനക്ക് പിറക്കാതെ പോയൊരു കുട്ടിയുടെ അച്ഛനാണ് അവൻ. പോകുന്നതിന് മുമ്പ് ഞാൻ ഇടപെടാം. ഞാൻ അവനോട് സംസാരിക്കാം. നീയും അവനും തമ്മിലുള്ള പ്രശ്നം ഞാൻ സംസാരിച്ച് പരിഹരിക്കാം. ദേ, ഇന്ന് നമ്മൾ ആരും അവരുടെ മുമ്പിൽ ദരിദ്രവാസികളല്ല. നീ ഒരു ഇൻകം ടാക്സ് ഓഫീസറാ. അവനും ആഗ്രഹിക്കുന്നുണ്ടാവും നിന്നോടൊപ്പം ജീവിക്കാൻ. ഏട്ടാ, എത്രയൊക്കെ ആയാലും ആ സ്ത്രീ മാറില്ല. ഇപ്പൊ അവർക്ക് നമ്മളോടുള്ള വികാരം അസൂയായിരിക്കും. അവനിപ്പോ ശരിക്കും അവരെ മനസ്സിലായിട്ടുണ്ടാവും ശ്രീ. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. നീ വാ. ഏട്ടാ, ക്ഷേത്രത്തില് റതിക എങ്ങനെ വന്നാലോ? അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടോ? ചാൻസ് ഇല്ലാതില്ല. വാ. അങ്കിൾ, അങ്കിൾ, ഋതുമോളോ? എന്താ മോളെ? രാസമ്മയും പ്രിയം കണ്ട ഇവിടെ കലാപം ഉണ്ടാവും. എന്താ മോളെ കാര്യം? അകത്തേക്ക് വിളിക്കാൻ പറ്റിയ കണ്ടീഷനല്ല. അതൊക്കെ എനിക്ക് അറിയാം അങ്കിളെ. അതൊക്കെ ഞാനല്ലേ വരുത്തി വെച്ചത്. മോളല്ല കാരണക്കാരി. കാരണക്കാരി അംബികയും മകനും മരുമോളും. അവരൊരിക്കൽ കെണിയാത്